കഴിഞ്ഞ ദിവസം നമ്മൾ റിയൽമിയുടെ തന്നെ 5G സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള റിയൽമി 8S എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് റിയൽമി അടുത്തതായി പുറത്തിറക്കിയിരിക്കുന്ന പുതിയ സ്മാർട്ട് ഫോൺ റിയൽമി 8iയുടെ വിശേഷങ്ങളാണ് പരിശോധിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മീഡിയടെക്കിൻ്റെ ഹീലിയോ G96 എന്ന പുതിയ പ്രോസസ്സറുമായി ഇന്ത്യയിലെത്തുന്ന ആദ്യ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയാണ് റിയൽമി 8i എന്ന സ്മാർട്ട് ഫോണിനുള്ളത്. എനിവേ നമുക്ക് പരിശോധിക്കാം റിയൽമി 8i എന്ന ഫോണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലെ ഒരു മഞ്ഞ ബോക്സിനകത്താണ് റിയൽമി 8i വന്നിരിക്കുന്നത്. നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നും 8i എന്നൊക്കെ പേര് എഴുതിയിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതിൻ്റെ കളർ വേരിയൻ്റ് എന്ന് പറയുന്നത് സ്പേസ് പർപ്പിൾ എന്ന കളർ വേരിയൻ്റ് ആണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. സാർ വാല്യൂ പറയാം 1.176 ഹെഡിനും 0.670 ബോഡിക്കും വിത്തിൻ ലിമിറ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെടുത്തിയ 8S നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത്. 5G സ്മാർട്ട് ഫോണാണ്. ഇതൊരു 4G സ്മാർട്ട് ഫോണാണെന്നും ഓർമ്മിപ്പിക്കട്ടെ. സാധാരണ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതുപോലെ തന്നെ ബോക്സ് ഇതിനകത്തൊരു പേപ്പർ ബോക്സ് ഉണ്ട്. ഹേ വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിം ഇജക്ടർ പിൻ നൽകിയിരിക്കുന്നത്. ഇതിനകത്തൊരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ കളർ അല്ല, ഒരു ഗ്രേ സ്റ്റോൺ ആണ്. യൂസർ മാനുവലും സേഫ്റ്റി ഗൈഡും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഈ ഒരു പേപ്പർ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫോൺ ദേ ഇരിക്കുന്നു. നമുക്ക് ഫോണിലേക്ക് വരാം. കൂടാതെ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്തൊരു ചാർജർ നൽകിയിട്ടുണ്ട്. ഇതൊരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നൽകിയിരിക്കുന്നത്. ചാർജിങ്ങിനായിട്ട് USB Type-C ചാർജിങ് കേബിൾ തന്നെ നൽകിയിരിക്കുന്നു. അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അത് പുറത്തേക്ക് എടുക്കാം. യെസ്, റിയൽമിയുടെ തന്നെ മുൻ ഏതോ ഒരു മോഡലിൽ, അതായത് റിയൽമി 6 ആണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതിൽ കണ്ട ഒരു കളർ പാറ്റേൺ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ കൊള്ളാം, ഒരു ഗ്ലോസി ഡിസൈനൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റൊരു ഫോണിനകത്ത് 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ട് വരുന്ന ഒരുപക്ഷെ ആദ്യ സ്മാർട്ട് ഫോൺ ആകും റിയൽമി 8i. മാത്രമല്ല നേരത്തെ റിയൽമി 7 സീരീസിൽ റിയൽമി 7i എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരുന്നു റിയൽമി. ആ ഒരു 7iയിൽ നിന്ന് ഈ ഒരു 8iയിലേക്ക് വരുമ്പോൾ 65% പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മീഡിയടെക്കിൻ്റെ ഹീലിയോ G96 എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ക്യാമറകൾ കാണാം. അതൊക്കെ കൊള്ളാൻ നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു പർപ്പിൾ കളർ വേരിയൻറ്റും നല്ലൊരു ഭംഗിയുണ്ട്. ഒരു ഡുവൽ ടോൺ കളറാണ്, ഒരു ഗ്രേഡിയൻ്റ് കളറാണ്. ഒരു സിൽവർ കളറും പർപ്പിൾ കളറിൻ്റെ ഒരു ഗ്രേഡിയൻ്റ് ഡിസൈനാണ്. മൊത്തത്തിൽ കാണാൻ നല്ലൊരു എടുപ്പുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഫോൺ പോലൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ വലത്ത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിരിക്കുന്നു. താഴേക്ക് നോക്കുമ്പോൾ സ്പീക്കറുകളിൽ USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക്. ഇവിടെ ഇടത് സൈഡിൽ വോളിയം റോക്കേഴ്സ്, അത് 2 ബട്ടണായി നൽകിയിരിക്കുന്നു. സിം ട്രേ മുകളിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. സാധാരണ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് മുകളിലാണ് വരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിനകത്ത് സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും താഴെ തന്നെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ റിയൽമി എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ചെയ്തപ്പോൾ തന്നെ നമുക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നല്ല പോലെ ഫിംഗർ പ്രിൻറ്റ് പതിയുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്കാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ റിയൽമിയുടെ തന്നെ 8S എന്ന ഫോൺ പരിചയപ്പെടുത്തി. അതും ഇതുപോലെ പ്ലാസ്റ്റിക് ബാക്കാണെങ്കിലും ഒരു മാറ്റ് ഫിനിഷ് കൊടുത്തിരുന്നു. അതുകൊണ്ടായിരിക്കണം അതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് തീരെ പതിയുന്നില്ല. പക്ഷേ ഇത് ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ്റ് നല്ല പോലെ പതിയുന്നുണ്ട്. പ്രശ്നമില്ല. നമുക്കിതിൻ്റെ കൂടെയുള്ള ബാക്ക് കേസ് കൂടി ഇട്ട് ഉപയോഗിച്ചാൽ അതൊരു വിഷയമേ അല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. 6.6 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആദ്യമായിട്ട്, ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എനിക്കറിയില്ല, എന്നാലും ഇതൊരു നല്ല പ്രൈസിലായിരിക്കും റിയൽമി വിൽക്കുന്നതെന്ന കാര്യം ഉറപ്പാണ്. നല്ല നമുക്ക് താങ്ങാവുന്നൊരു വില തന്നെയായിരിക്കും എന്തായാലും റിയൽമി ഈ ഒരു ഫോൺ നൽകുന്നത്. ഒരുപാട് വിലയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഈ ഫോണിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുമ്പോഴും കാണുന്നില്ല. എന്നിട്ടും 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല അഡാപ്റ്റീവ് റിഫ്രഷ്
റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെഡ്സ് എപ്പോഴും നമുക്ക് ആവശ്യമില്ല. ഹൈ റിഫ്രഷ് റേറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഗെയിമൊക്കെ കളിക്കുമ്പോൾ മതി 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ്. എന്തെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ നമുക്കൊരു നോർമൽ റിഫ്രഷ് റേറ്റ് ആയിട്ടുള്ള 30 ഹെഡ്സ് ഒക്കെ മതി. അപ്പോൾ 30 ഹെഡ്സ് മുതൽ 120 ഹെഡ്സ് വരെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് മാറുന്ന തരത്തിലൊരു അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ബ്രൈറ്റ്നസ് മാക്സിമം 600 നിറ്റ്സ് ആണ്, ഡീസൻ്റ് ആണ്, നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും വരാൻ സാധ്യതയില്ല. ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G96 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 ഉപയോഗിച്ച് വരുന്ന ഫോണുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. G95 ഉപയോഗിച്ച് വരുന്ന ഫോണുകളും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. G85-നേക്കാളും പെർഫോമൻസ് കൂടിയതാണ് G95. നമ്മളിവിടെ ഗെയിമൊക്കെ കളിച്ച് നോക്കുന്നുണ്ട് G95-ൽ തന്നെ. മികച്ച ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഫോണുകൾ നൽകുന്ന ഒരു പ്രോസറായിരുന്നു G95. ഇത് G96 ആണ്. തീർച്ചയായിട്ടും അതിൽ നിന്നും കുറച്ചുകൂടി മികച്ച ഒരു പെർഫോമൻസ്, അതായത് G95-ൽ നിന്നും കുറച്ചുകൂടി ഒരു മികച്ച പെർഫോമൻസ് അതുകൊണ്ട് തന്നെ G96-ൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ G96-ഉമായിട്ട് വരുന്ന ആദ്യ ഫോണാണ് ഇന്ത്യയിൽ. നമ്മൾ അതുകൊണ്ട് തന്നെ G96 എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഗെയിം നമ്മൾ ഈ ഫോണിൽ കളിച്ച് നോക്കി. ലോ ഗ്രാഫിക് ക്വാളിറ്റിയിൽ മീഡിയം ഫ്രെയിം റേറ്റിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും സമ്മാനിക്കുന്നില്ല, പക്ഷേ തരക്കേടില്ലാത്തൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരുന്നുണ്ട്. 2 റാം വേരിയൻറ്റ് 4GB 6GB റാം ടൈപ്പ് LPDDR4X. അതുപോലെ ഹയർ റാം വേരിയൻറ്റിന്, അതായത് 6GB വരുന്ന ഹയർ റാം വേരിയൻറ്റിന് നമുക്ക് 5GB വരെ ഇതിൻ്റെ റാം എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. 6GB ആണെങ്കിൽ പോലും നമുക്ക് ചുരുക്കി പറഞ്ഞാൽ 11GB റാം വരെ ഇത് റാം കൂടിയ സമയങ്ങളിൽ ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് 5GB കടം കൊണ്ടുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. ഇൻറ്റേർണൽ മെമ്മറി വേരിയൻ്റ് എന്ന് പറയുന്നത് 64-ഉം 128-ഉമാണ്. ചുരുക്കി പറഞ്ഞാൽ 4GB 64, 6GB 128. ഈ റാം എക്സ്പാൻഷൻ എന്ന 5GB എക്സ്പാൻഡ് ചെയ്യുന്നത് ഹയർ വേരിയൻറ്റ് 6GB റാമിൽ മാത്രമാണ് എന്നും ഓർമ്മിപ്പിക്കട്ടെ. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററി, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, വെറും 36 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ അതുകൊണ്ട് 50% ചാർജിങ്ങിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഡീസൻ്റ് ആണ് ബാറ്ററി സൈഡ്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ബാക്കിൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ 3 ക്യാമറകൾ. ഇതിനകത്ത് പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് 50 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ്. ഇത് ഒരു പുതിയ സെൻസറാണ്. നേരത്തേക്ക് 48 മെഗാ പിക്സലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു 50 മെഗാ പിക്സൽ സെൻസർ അടുത്തിടെ ചില ഫോണുകളാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. ഇത് ഈ ഒരു 50 മെഗാ പിക്സലിൻ്റെ സെൻസർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാമറകളായിട്ട് 2 മെഗാ പിക്സലിൻ്റെ വീതം മാക്രോയും ഡെപ്ത് സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി എടുക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ റിയൽമി 8S കണ്ടതുപോലെ തന്നെ 16 മെഗാ പിക്സലിൻ്റെ ഒരു ഇൻ ഡിസ്പ്ലേ ക്യാമറ ഇത്തരത്തിൽ ഫോണിൻ്റെ മുകളിൽ, ഡിസ്പ്ലേയുടെ മുകളിൽ ഇടത് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ വലിപ്പം ഒരല്പം വലുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റ് ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ ഫോൺ ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 നൽകിയിരിക്കുന്നു. ഫോൺ 4G ഫോണാണ്, 5G അല്ല. അടുത്തതായിട്ട് ഫോണിൻ്റെ സെക്യൂരിറ്റി സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് നേരത്തെ കണ്ടതുപോലെ പവർ ബട്ടൺ എത്രത്തോളം ഫാസ്റ്റ് ആണെന്ന് നോക്കാം. യെസ്, ടച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു ടച്ചിൽ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. അടുത്തത് ഫേസ് അൺലോക്ക്. ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. മുഖത്തിനേക്ക് അടുത്ത് എനിക്കൊന്ന് ഇവിടെയൊക്കെ ഇത്രയും താഴെ നിന്ന് ഇവിടെയൊക്കെ കണ്ടാൽ മതി, അപ്പോൾ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. അത്ര ഫാസ്റ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നാൽ ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായിട്ട് റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 2-ലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ ഈ ഒരു ഫോണിനകത്തും കാണുന്നുണ്ട്. അതായത് നമുക്ക് സ്നാപ്ചാറ്റ് വരുന്നുണ്ട്, ആമസോൺ പ്രൈം, മോജ്, ഇങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അതിനോട് എനിക്കൊട്ടും വ്യക്തിപരമായിട്ട് താല്പര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നിരിക്കെ ഇങ്ങനെ ആപ്ലിക്കേഷൻ വരുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും പലപ്പോഴും. എനിവേ, അടുത്തത് ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ക്വാളിറ്റിയാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി, കേട്ടതാണല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ മോണോ സ്പീക്കറാണ്. ഈ പ്രൈസ് റേഞ്ചിൽ മോണോ സ്പീക്കർ ഓക്കെ ആയിരിക്കും തോന്നുന്നു. പക്ഷേ പ്രൈസ് എനിക്കിപ്പോഴും അറിയത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രൈസ് കാണില്ല. എന്ത് തന്നെയാലും മോണോ സ്പീക്കർ, പക്ഷേ ഡീസൻറ്റ് വോളിയം, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ് ആ ഒരു സിംഗിൾ സ്പീക്കറിൽ നിന്ന് വരുന്നത്. അടുത്തത് വീഡിയോ ക്വാളിറ്റി. വീഡിയോ ക്വാളിറ്റി നോക്കൂ, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ചില വില കുറഞ്ഞ ഡിസ്പ്ലേകൾ വെളുത്തിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അത്തരം പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഫോണിൽ മികച്ച ഡിസ്പ്ലേ തന്നെയാണ്. ഒരു വ്യൂയിങ് ആംഗിളൊക്കെ നോക്കിയാലൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല ക്വാളിറ്റിയുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും റിയൽമി ഈ ഒരു ഫോണിനകത്തും നൽകിയിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് ക്യാമറ കണ്ടില്ലേ, കുറച്ചൊരു സൈസ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ചില പുതിയ ഫോണുകളിലൊക്കെ ഫ്രണ്ട് ക്യാമറ ഒരു കടുക് മണി വലുപ്പത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു അല്പം സൈസ്
കൂടുതലാണ്. അത് ഒരു കറുത്ത മാർക്ക് പോലെ ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നാനൊരു സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നിങ്ങളെല്ലാവരും ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്ന സമയത്ത് ഉറപ്പായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അറിയണമെങ്കിൽ ഒന്നുകിൽ ഗൂഗിൾ ചെയ്യാം, അതല്ലെങ്കിൽ സമയം കിട്ടുന്ന അനുസരിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കമൻറ്റായിട്ട് പറ്റിയാൽ ഇതിൻ്റെ പ്രൈസ് പറ്റിയാലെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അങ്ങനെ കമൻറ്റ് എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിലും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ പലപ്പോഴും പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുന്ന നേരം മറന്നു പോകുന്നുണ്ട്. അത് പലരും പരാതിയായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറ്റിയാൽ പറയുന്നത്. പറ്റിയാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.